ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിൽ നിന്നും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിച്ചെടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം ആലോചിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ യൂണിവേഴ്സിനോട് ഇത്രയും പൈസ പറയുകയാണെങ്കിൽ എന്നിലേക്ക് അത് വരാൻ ഉള്ള ചാൻസസ് എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറയുക എനിക്കൊരു 10 കോടി വേണം. നിങ്ങളുടെ സാഹചര്യമായിട്ട് അത് കണക്റ്റ് ആവുമോ എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് യൂണിവേഴ്സ് എനിക്കൊരു 10,000 രൂപ വേണം. ഓക്കെ, അതെങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് പറയാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് ഒരാൾ ട്രൈ ചെയ്യുവാണ്. പക്ഷേ അയാൾ പഠിക്കുന്നേ ഇല്ല. ഡെയിലി ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം. അതിനുശേഷം ഈ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണ് എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അതാണ് ഞാനിവിടെ പറയുന്നത്. എങ്ങനെ വളരെ എളുപ്പത്തിൽ അതായത് നമ്മൾ പറയത്തില്ല വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു 25,000 രൂപ ഒരു മാസം സാലറി കിട്ടുന്ന ഒരാളാണ്. പെട്ടെന്ന് ആ സാലറി 2 ലക്ഷം രൂപ ആക്കി തരണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ 25,000 എന്നുള്ളത് ഒരു 30,000 എന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് 25,000 എന്നുള്ളത് 30ലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കിട്ടി ഇല്ലേ? നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് സാലറി കൂട്ടിക്കിട്ടി. അങ്ങനെ കുറേശ്ശെ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാണ് പൈസ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനത്തെ ഒരു വൈബ്രേഷനാണ്. ഹൈ വൈബ്രേഷൻ ആണോ അതോ സ്ലോ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണോ എന്ന് നിങ്ങൾ നോക്കുക. അതായത് കാര്യങ്ങൾ വേഗം അട്രാക്റ്റഡ് ആവുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ച് കിട്ടുന്നുണ്ടോ അതോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. നമ്മുടെ വൈബ്രേഷന് അനുസരിച്ചിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും നമുക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് പോലും എന്താണ് നമ്മുടെ വൈബ്രേഷനിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ കൂടുതൽ മാച്ചായിട്ട് വരുന്നത്. സോ നമ്മുടെ വൈബ്രേഷൻ ഏത് തരത്തിലുള്ള വൈബ്രേഷൻ ആണെന്ന് തിരിച്ചറിയുക സ്വയം. പിന്നെ ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ട്. നമുക്ക് തന്നെ പറയും, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാളിരുന്ന് പറയുന്ന പോലെ പറയും ഇപ്പം അങ്ങോട്ട് പോവണ്ട. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? വണ്ടി പിടിച്ച് പോവും. ചിലപ്പോൾ വണ്ടി ഇടയ്ക്ക് വെച്ച് പഞ്ചറായി പോവും. അന്നേരം നമ്മൾ അടുത്ത വണ്ടി പിടിക്കും. ചിലപ്പോൾ അവിടേക്ക് പോകാൻ ഭയങ്കര മഴയായിരിക്കും, കൊടുങ്കാറ്റായിരിക്കും. പക്ഷേ നമുക്ക് അവിടെ എത്തിച്ചേരണം, ഭയങ്കര നിർബന്ധമാണ്. പക്ഷെ അവിടെ എത്തിച്ചേരുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കണേ അവിടെ ഇന്ന് ആ ഒരു പരിപാടി ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും എടുത്ത എഫേർട്ട് വെറുതെ ആയില്ലേ? അതാണ് യൂണിവേഴ്സ് നമ്മളോട് ഉള്ളിൻ്റെ ഉള്ളിൽ പറയും ഇപ്പോൾ ഇങ്ങനെ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ആ ഇൻറ്റ്യൂഷനിലൊന്ന് ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ചിലപ്പം ചില മാരേജൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു ലവ് മാരേജൊക്കെ വേണം, എനിക്ക് ഈ വ്യക്തിയെ തന്നെ മതി എന്ന് പറഞ്ഞ് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ഉറപ്പിച്ചിട്ട് നമ്മൾ കല്യാണം കഴിക്കും. പക്ഷേ അതൊന്നും ചിലപ്പം നമ്മൾ എന്താവത്തില്ല, സക്സസ് ആവത്തില്ല. നമ്മൾ ഭയങ്കര ഫ്ലോപ്പായിട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളോട് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ പറയാണ് ഇപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി, അതായത് നമ്മൾ പോകുന്ന വഴിക്ക് എന്താ പറയുന്നത് ശകുനമൊക്കെ കാണുന്നതൊക്കെ വല്ല പോത്തിനെയൊക്കെ കണ്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ജോലിയൊന്നും ചിലപ്പോൾ എന്തായിരിക്കത്തില്ല, ശരിയാവത്തേയില്ല. അപ്പോഴേ നമുക്ക് അറിയാം ഇതിനെ കണി കണ്ടുകൊണ്ടാണ് പോകുന്നത്, ഇന്ന കാര്യത്തിന് പോകുമ്പോൾ ഇതിനെ അപ്പോഴേ അറിയാം ഇത് നടക്കത്തില്ലെന്ന്. ഓക്കെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്ന ഒരാൾ പറയാം. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പം ഇത് ചെയ്താൽ ശരിയല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ പറയാൻ പോകുന്നത് വിഷ്വലൈസേഷനെ പറ്റിയാണ്. കൂടുതലും നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഈ വിഷ്വലൈസേഷന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഒരു സൈലൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡേ ടൈമിലെ പോലെ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് അത്ര വലിയൊരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് രാത്രി തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം സമാധാനമായിട്ട് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക. അതായത് എനിക്ക് ആ വ്യക്തിയായിട്ട് ഇപ്പോൾ ഒരു ജീവിതം വേണം, അല്ലെങ്കിൽ ഒരു പണം
ത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വേണം ഇവിടെ പറയാനായിട്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി വേണം. ആ ഒരു വൈബ്രേഷനിലേക്ക് എന്നെ എത്തിക്കൂ. എനിക്ക് എന്താണ് ശരി എന്ന് നീ തീരുമാനിക്കുക. ഹെൽപ്പ് മീ. യൂണിവേഴ്സിനോട് നമ്മൾ ഹെൽപ്പ് ചോദിക്കുകയാണ് ഇവിടെ. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന യൂണിവേഴ്സ്, പ്ലീസ് ഹെൽപ്പ് മീ. എനിക്ക് ജീവിതത്തിൽ പടിപടിയായിട്ട് നമ്മൾ കയറി മുകളിലെത്തുന്ന പോലെ നമുക്ക് ഓരോ സ്റ്റെപ്പും പതുക്കെ കയറി, പതുക്കെ എന്നല്ല, കുറച്ച് നമ്മൾ യൂണിവേഴ്സിനോട് പറയുമ്പം വളരെ ഈസിയായി വളരെ ഫാസ്റ്റായിട്ട് ഞാൻ മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരണം. ഉയരങ്ങളിലേക്കെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ ആവശ്യമുള്ളത് അത് നമ്മൾ യൂണിവേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. യൂണിവേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല സയൻസും കാണിച്ചു തരും. നിങ്ങൾ പറയുന്നത് അത് കേൾക്കുന്നുണ്ട് എന്ന്. അതെങ്ങനെയാണ് ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു കാറ്റായിട്ടായിരിക്കാം, ചിലപ്പം നിങ്ങൾക്കതിൽ ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ചിലപ്പോൾ ഒരു നക്ഷത്രത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സ് ഒരു സൈൻ കാണിച്ചിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മേലെല്ലാം ഇങ്ങനെ കോരിത്തരിക്കും, ഈ രോമമെല്ലാം എഴുന്നേറ്റിട്ട് അതുപോലൊരു വൈബ്രേഷൻ ചിലപ്പോൾ നിങ്ങളുടെ ദേഹത്ത് ഉണ്ടാവാൻ ഈ ഒരു സമയത്തെ സാഹചര്യത്തിൽ ഉണ്ട്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ന് രാത്രി വെക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ ഫീൽ ദ എനർജി.